ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് റേഡിയൻ ക്യാഷ് മാനേജ്മെന്റ് സർവീസസ് എന്ന പേരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ക്യാഷ് ലോജിസ്റ്റിക് പ്ലെയർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ IPO വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് റീറ്റെയിൽ ക്യാഷ് മാനേജ്മെന്റ് സർവീസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നാണ്. ഇന്ത്യയിൽ പ്രശസ്തരായിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടായിട്ടുള്ള അസെന്റ് ക്യാപിറ്റൽ എന്ന ഫണ്ടിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന റേഡിയൻ ക്യാഷ് മാനേജ്മെന്റ് സർവീസസിൻ്റെ IPO 23-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ ഈ കമ്പനി 387.94 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 60 കോടി മാത്രമാണ് ഫ്രഷ് ഓഹരികളുള്ളത്. 327.94 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അതായത് ഇതിൻ്റെ പ്രൊമോട്ടറും കൂടാതെ അസെന്റ് ക്യാപിറ്റലും വിറ്റഴിക്കുന്ന ഓഹരികളുടെ വിലയാണത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 2005 ചെന്നൈ ആസ്ഥാനമായിട്ട് രൂപം കൊണ്ട ഒരു കമ്പനിയാണ് റേഡിയൻ ക്യാഷ് മാനേജ്മെന്റ് സർവീസസ്. നമുക്കറിയാം, ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ക്യാഷ് ലോജിസ്റ്റിക്സ് മേഖലയിൽ റീറ്റെയിൽ ക്യാഷ് മാനേജ്മെൻറ്റ് സർവീസസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും മുൻനിരയിലുള്ള കമ്പനികളിലൊന്നാണ് ഇത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ATMലൊക്കെ ക്യാഷ് നിറയ്ക്കാൻ വരുന്ന വാഹനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള ചില കമ്പനികളാണ്. അത്തരത്തിലുള്ളൊരു കമ്പനിയാണ് റേഡിയൻ്റ്. ഇൻ്റഗ്രേറ്റഡ് ക്യാഷ് ലോജിസ്റ്റിക് പ്ലെയർ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ റീറ്റെയിൽ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ലോജിസ്റ്റിക് രംഗത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കമ്പനിയാണ്. അതായത് 12,150 പിൻകോഡ് ലൊക്കേഷൻസിലാണ് കമ്പനിയുടെ പ്രസൻസ് ഉള്ളത്. ഇന്ത്യയിൽ ഉടനീളമായിട്ട്, അതായത് പ്രധാന നഗരങ്ങൾ കൂടാതെ 2 ടയർ 3 ടയർ സിറ്റീസിൽ അടക്കം നമ്മുടെ ലക്ഷദ്വീപ് ഒഴിച്ച് 4700 ലൊക്കേഷൻസിന് കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. അതായത് 42,420 ഓഫീസുകൾ അല്ലെങ്കിൽ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ അവരുടെ ടച്ച് പോയിന്റ്സ് ഏകദേശം 42,420 വരുന്നുണ്ട് ഇന്ത്യയിൽ ഉടനീളമായിട്ട്. അപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ലോജിസ്റ്റിക് കമ്പനി കൂടിയാണ് ക്യാഷ് മാനേജ്മെന്റ് രംഗത്ത് റേഡിയൻ്റ്. റേഡിയൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില ക്ലയൻസിൻ്റെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ കമ്പനിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് പ്രൈവറ്റ് സെക്ടറിലെയും പബ്ലിക് സെക്ടറിലെയും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ ആക്സിസ് ബാങ്ക്, സിറ്റി ബാങ്ക്, ഡൂയിഷ് ബാങ്ക്, HDFC ബാങ്ക്, പിന്നെ ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ, യെസ് ബാങ്ക്, ഇങ്ങനെ പല പ്രധാന ബാങ്കുകളും കമ്പനിയുടെ ക്ലയൻസ് ആയിട്ട് വരും. റേഡിയൻ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഈ കമ്പനി ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന ധനം 912.22 ബില്യൺ രൂപയാണ്. അതായത് 1 ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 കോടിയുടെ അടുത്ത് വരും. അപ്പോൾ 912.22 ബില്യൺ ആണ് കമ്പനി വാർഷികമായിട്ട് കൈകാര്യം ചെയ്യുന്ന ധനം. ഈ 2022 കണക്കാണിത്. റേഡിയൻ ക്യാഷ് മാനേജ്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ക്യാഷ് പിക്കപ്പ് ആൻഡ് ഡെലിവറി എന്നുള്ളതാണ് അവരുടെ പ്രധാന ഫംഗ്ഷനുകളിൽ ഒന്നായിട്ട് വരുന്നത്. അതായത് ബാങ്കുകളിൽ നിന്ന്, വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, വലിയ വലിയ കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഒരു ദിവസാവസാനം ക്യാഷ് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അത് എത്തിക്കേണ്ടയിടത്ത് എത്തിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അത് വരുന്നത്. പിന്നെ നെറ്റ്വർക്ക് കറൻസി മാനേജ്മെന്റ്, അതായത് ഇങ്ങനെ ഇത്തരത്തിൽ കളക്ട് ചെയ്തുന്ന പണം റേഡിയൻ ക്യാഷ് മാനേജ്മെന്റിന്റെ തന്നെ കറന്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും അത് എത്തിക്കേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്യാഷ് പ്രോസസ്സിങ് വലിയൊരു പ്രവർത്തനമാണ്. അവരുടെ ട്രെയിൻഡ് എംപ്ലോയീസ് ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ക്യാഷ് കമ്പനി റേഡിയൻറ്റിൻ്റെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് പ്രോസസ്സ് ചെയ്യുന്നു. അതായത് അതിൽ അഴുക്ക് വരേണ്ടത് കീറിയതും ഒക്കെ ആയിട്ടുള്ള നോട്ടുകളുണ്ടാകും. പിന്നെ ATMയിൽ നിറയ്ക്കേണ്ട ക്വാളിറ്റിയിലുള്ള നോട്ടുകൾ അതെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്യാഷ് വാൻ ഉണ്ട്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സായുധരായിട്ടുള്ള ആളുകൾ, എംപ്ലോയീസിനെയും കൊണ്ട് ഈ പണം വാനുകളിലും മറ്റ്
ലോജിസ്റ്റിക്സിൽ അത് എത്തിക്കേണ്ടയിടത്തേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പിന്നെ അതർ വാല്യൂ ആഡഡ് സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ കസ്റ്റഡിയിൽ പണം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് 11ഓളം വാലറ്റുകൾ കമ്പനിക്കുണ്ട്, അതിൽ 500 മില്യൺ വരെ സൂക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ 16 സ്ട്രോങ് റൂമുകൾ കമ്പനിക്കുണ്ട്, അതിൽ ഏകദേശം 200 മില്യൺ കറൻസി സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം 28ഓളം സേഫുകൾ കമ്പനിയുടെ വകയായിട്ടുണ്ട്, അതിൽ 100 മില്യൺ രൂപ വരെ സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള കസ്റ്റഡിയിൽ സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള സേഫുകളാണ്. ഇതെല്ലാം ഈ ക്ലയൻസിന്, കമ്പനിയുടെ ക്ലയൻസിന് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടറെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ഡേവിഡ് ദേവസഹായം എന്ന വ്യക്തിയാണ് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 25 വർഷത്തോളം ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. കേണൽ പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഡേവിഡ് ദേവസഹായമാണ് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ആരംഭിച്ച ഒരു വ്യവസായമാണ് റേഡിയൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അടുത്ത കാലത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ബിസിനസ് മാനേജ്മെൻ്റ് എല്ലാം പഠിക്കുകയുണ്ടായി. അത്രയ്ക്ക് എൻ്റർപ്രണർഷിപ്പ് വളരെയധികം ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ രേണുക ഡേവിഡ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടറാണ്. അവർ ബേസിക്കലി ഒരു MBBS ഡോക്ടറാണ്. കൂടാതെ അമേരിക്കയിൽ നിന്നും PhD എല്ലാം നേടിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ കരസേനയിൽ ഇവരും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഈ മേഖലയിൽ തന്നെയുള്ള തങ്ങളുടെ പഴയ കൊളീഗ്സിനെ കൂടി, റിട്ടയർഡ് ആർമി ഓഫീസേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കമ്പനി ഫോം ചെയ്തത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ധനം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. പണവുമായിട്ട് സഞ്ചരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സായുധരായിട്ടുള്ള സേനയുടെ പിൻബലം ഈ കമ്പനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിട്ടയർ, നമ്മൾ ഈ അഗ്നിവീർ എന്നൊക്കെ പറയുന്ന പുതിയ സംവിധാനം, അതായത് റിട്ടയർ ചെയ്തിട്ടുള്ള മിലിറ്ററി ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസായശാലകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ചെല്ലാം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ റിട്ടയർ ചെയ്തിട്ടുള്ള സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി പ്രവർത്തിപ്പിക്കാനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഡേവിഡ് ദേവസഹായം എന്ന ഈ പ്രൊമോട്ടർ. അതുകൊണ്ട് തന്നെ മിലിറ്ററിയുടെ പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്നുള്ള വിശ്വസ്തത ഈ കമ്പനിക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൈവശമാണ്, പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് 62.79% ഓഹരികൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഓഫർ ഫോർ സെയിലായിട്ട് 1.01 കോടി ഓഹരികളാണ് പ്രൊമോട്ടർ എന്നുള്ള നിലയിൽ ഇവർ വിറ്റഴിക്കുന്നത്. അതുകൂടാതെ കമ്പനിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന വെഞ്ചർ ക്യാപിറ്റലായിട്ടുള്ള അസെൻറ്റ് ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് 2.3 കോടി ഓഹരികൾ അവരും വിറ്റഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ലഭിക്കുന്ന 60 കോടി രൂപ അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ്. അതുകൂടാതെ സായുധമായിട്ടുള്ള കവചിത വാഹനങ്ങൾ, സുരക്ഷിതമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിന്, ക്യാഷ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിനും ഈ 60 കോടി വിനിയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2022 മാർച്ചിൽ അവസാനിച്ച വർഷം മുൻവർഷത്തെ അപേക്ഷിച്ച് 38.2 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മുൻവർഷത്തെ അപേക്ഷിച്ച് 18% വളർച്ചയാണ് കമ്പനി നേടിയിട്ടുള്ളത്. ഇനി റവന്യൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 29%, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 29% വളർച്ച നേടിക്കൊണ്ട് 286 കോടി രൂപയുടെ ഒരു റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ രജിസ്ട്രാർ. ലീഡ് മാനേജേഴ്സ് IIFL സെക്യൂരിറ്റീസും മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റും യെസ് ബാങ്ക് ലിമിറ്റഡുമാണ്. റേഡിയൻ ക്യാഷ് മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. IPO ഡേറ്റ് 23-ാം തീയതി മുതൽ ഡിസംബർ 27-ാം തീയതി വരെയാണ്. അതായത് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 94 രൂപ മുതൽ 99 രൂപ വരെയാണ്. 60 കോടിയാണ് ഫ്രഷ് ഓഹരികളായിട്ട് വരുന്നത്. അതിൽ ഓഫർ ഫോർ സെയിലായിട്ട് 3.32 കോടി ഓഹരികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 99 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 327.94 കോടി രൂപ വരും. ടോട്ടൽ അപ്പോൾ ഇഷ്യൂ സൈസ് 384.94 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൽ ഒരു റീറ്റെയിലർ മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 150 ഓഹരികളാണ്.
1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 1 രൂപയുടെ ഓഹരിയാണ് ഈ 99 രൂപയ്ക്ക് ഇവരിപ്പോൾ ഓഫർ ചെയ്യുന്നത്. 35% ഓഹരികളും റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. അതിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റിന് വരുന്നത് ഡിസംബർ 30-ാം തീയതിയാണെന്ന് പറയുന്നു. ഇത് കിട്ടാത്തവർക്ക് റീഫണ്ട് ജനുവരി 2-ാം തീയതി കിട്ടും. അത് ഡിമാറ്റിലേക്ക് വരുന്നത് 3-ാം തീയതി ആയിരിക്കും, ജനുവരി മാസത്തിൽ. അടുത്ത വർഷം ജനുവരി 4-ാം തീയതിയാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത് ഇനി അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത്, ഇതിന് ഫിനാൻഷ്യൽ സൈഡൊന്നും ഒരു കുഴപ്പമില്ല, വളരെ മികച്ചു നിൽക്കുന്നതാണ്. എന്നാൽ ഇത് നമുക്ക് അറിയേണ്ടത് ഈ ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്കൊക്കെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവരുടെ പ്രവർത്തനങ്ങളെ അത് ഭാവിയിൽ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. റേഡിയൻ ക്യാഷ് മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. നമുക്ക് ഇനിയും മറ്റൊരു IPO വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.